തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പാകുമ്പോഴത്തേനും എല്ലായിടത്തും ആരാകും സ്ഥാനാർത്ഥികൾ, ഈ പരിഗണനാ പട്ടികകളൊക്കെ വരുന്നു. അവസാനത്തെ പട്ടിക വരുന്നതിന് മുൻപ് തന്നെ ഒരു പരിഗണനാ ലിസ്റ്റ് ഈ നേതാക്കളൊക്കെ സ്വന്തം നിലയ്ക്ക്, ഓരോ മുന്നണികളിലെ നേതാക്കൾ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കും. ഈ ആർക്കൊക്കെ കൊടുക്കാം, പിന്നീട് ഇവർക്ക് ഇവർക്ക് എങ്ങനെയാകും ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം, എത്ര പേര് ഇവരെ പിന്തുണയ്ക്കും എന്നൊക്കെ ഇവരൊരു മോക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പം അതേപോലെ പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം എന്നാണ് മുൻ IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. രാജ്യത്തെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റ് ചോയ്സ് ഇല്ലാത്തതിനാലാണ് കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമോ എന്നത് സാങ്കല്പിക ചോദ്യമാണെന്നും കണ്ണൻ ഗോപിനാഥൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ധാർഷ്ട്യമാണെന്നും ചോദ്യങ്ങൾ കേൾക്കാനോ ഉത്തരം പറയാനോ സർക്കാരിന് താല്പര്യമില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ കുറ്റപ്പെടുത്തി. ആ പ്രതികരണം കേൾക്കാം. അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ലെറ്റ് ഇറ്റ് കം, ദെൻ വിൽ സി. മത്സരിക്കാൻ പറഞ്ഞാൽ ഇല്ല, ലെറ്റ് ഇറ്റ് കം. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ. വീണ്ടും ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേറൊരു ചോയ്സ് ഇല്ല. ശരിയായിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അത് രാജ്യത്തെ നേരായുള്ള ദിശയിലോട്ട് നയിക്കാനും രാജ്യത്തെ പൗരന്മാരെ പ്രജകളാക്കി മാറ്റാത്ത പൗരന്മാരായിട്ട് തന്നെ നിലനിർത്താനുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. കേരളത്തിലെയും സർക്കാർ, അതായത് ഒരു ധാർഷ്ട്യതയുള്ള ഒരു സർക്കാർ, അതായത് ചോദ്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ താല്പര്യമില്ലാത്ത ഒരു സർക്കാർ. ഞങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അത് സ്വീകരിക്കുക എന്നുള്ള രീതിയിലോട്ട് മാറുന്ന അത് മാറേണ്ട തീർച്ചയായിട്ടും കാര്യമുണ്ട്. അതായത് പൗരന്മാരാണ്, പ്രജകളല്ല ഇവിടുത്തെ ജനങ്ങൾ എന്ന് വ്യക്തമാക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേരളത്തിൽ. പ്രസാദ് ഉറുമ്പശ്ശേരി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണെന്ന് കണ്ണൻ ഗോപിനാഥൻ പറയുന്നുണ്ട്. പക്ഷേ കണ്ണൻ ഗോപിനാഥൻ്റെ പേര് അവിടെ സജീവമായി പരിഗണനയ്ക്കുണ്ട് എന്ന കാര്യം നമ്മൾ തന്നെ ഈ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു അവിടെ നേതാക്കളൊക്കെ ഈ ശ്രീധരന് ലഭിച്ച രാഷ്ട്രീയേതര വോട്ടുകൾ അത് കണ്ണൻ ഗോപിനാഥനിലോടുകൂടി നേടിയെടുക്കാൻ കഴിയുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു എന്നും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ കണ്ണൻ ഗോപിനാഥൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളിപ്പോൾ ക്ലിയറായിട്ട് കേട്ടു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രസാദ്? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. കണ്ണൻ ഗോപിനാഥൻ പറയുന്നത് സാധാരണഗതിയിൽ മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ സച്ചിൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നത്. അദ്ദേഹം കണ്ണൻ ഗോപിനാഥൻ ഇന്നലെ കോഴിക്കോട് ഒരു അധ്യാപക സംഘടനയുടെ, കോൺഗ്രസിന്റെ തന്നെ അധ്യാപക സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിലൊന്നാണ് ഈ പാലക്കാട് സജീവമായി പരിഗണിക്കുന്നുണ്ടല്ലോ, എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ച സമയത്താണ് അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, പാർട്ടി പറയട്ടെ, മറ്റ് സാങ്കല്പിക ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു. ഒന്ന്, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 40 വയസ്സായപ്പോൾ തന്നെ സർവീസ് എല്ലാം ഈ കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് സർവീസ് ഉപേക്ഷിച്ച് അദ്ദേഹം മാറുകയും പിന്നീട് കഴിഞ്ഞ ഒക്ടോബറിൽ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് രാജ്യത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഇത്തരത്തിൽ വലിയൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ജനാധിപത്യമായി പ്രവർത്തിക്കാൻ മറ്റൊരു ചോയ്സ് ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ വിലയിരുത്തുന്നു എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ നോർത്ത് സംസ്ഥാനങ്ങളിലെല്ലാം ബുൾഡോസർ രാജാണെങ്കിൽ ഇവിടെ ഈ ആളുകളോട് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാർ പെരുമാറുന്നു എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കാനോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനോ ഒരു അവകാശം ജനങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് തരുന്നു അത് സ്വീകരിക്കുക എന്നൊരു നിലപാടാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വലിയ വിജയം ഈ സംസ്ഥാനത്ത് അത് ഉണ്ടാകുമെന്നതുകൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്തായാലും കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കുമെന്ന വാർത്തകൾ വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. AICC അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേടുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കാൻ, ഇപ്പോൾ അദ്ദേഹത്തിന് അത് പരസ്യമായി പറയുന്നതിനെല്ലാം പരിമിതിയുണ്ട്. അദ്ദേഹം പറയുന്നത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. ശരി പ്രസാദ്, ശരി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രസാദ് പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടല്ലേ. സാധാരണ നമ്മൾ ഈ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ അവരൊരു പാർട്ടിയിലൊക്കെ ചേർന്ന് പിന്നീട് ആ ഒരു കാര്യത്തിലേക്ക് കുറച്ച് പാർട്ടി പ്രവർത്തനത്തിലൊക്കെ കേന്ദ്രീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ പ്രതികരണം ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പക്വമായ പ്രതികരണമൊന്നും ആരിൽ നിന്നും അധികം അങ്ങനെ വരാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം, കണ്ണൻ ഗോപിനാഥിൻ്റെ പ്രതികരണം അത്തരത്തിലൊരു തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ ആയിരുന്നു.